Hi, welcome all to Entry Technical YouTube channel. So, നമുക്ക് ഏപ്രിൽ മന്തിലെ കേരള PSC നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസ നോട്ടിഫിക്കേഷനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, സോ നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാറ്റഗറി നമ്പർ 033/2024 കാറ്റഗറി നമ്പറിൽ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 3 എക്സാം. നമുക്കറിയാം ഓവർസിയർ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റിന്റെ ഒരു പ്രത്യേകത, കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. നമുക്കറിയാം സിവിൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ, ഈ രണ്ട് സ്ട്രീമുകളിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രവുമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്കറിയാം പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അഡ്വൈസുകൾ നടന്ന ഒരു പോസ്റ്റ് ഇതാണ്, ഒരുപാട് അപ്പോയിൻമെന്റ്സുകൾ പോകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2022 ഏപ്രിൽ മന്തിലാണ് പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റിംഗ് ആയത്. അപ്പോൾ ആ ലിസ്റ്റിൽ പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1500ഓളം ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 820ഓളം അഡ്വൈസുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അറ്റ് പ്രസന്റ് പോയിരിക്കുന്നത്. ഇനിയും ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകാൻ ഒരു വർഷമുണ്ട്. നമുക്ക് 2025 ഏപ്രിൽ മാസത്തിലാണ് ഈ ഗ്രേഡ് 3യുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത്. അപ്പോൾ ഇനിയും ഒരു വർഷത്തോളം ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അറ്റ് പ്രസന്റ് 820ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും അഡ്വൈസ് പോകാനുള്ള ഒരു സാധ്യത, കാരണം ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് കിട്ടുമ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, റിസൈൻ ചെയ്തിട്ട് ഹയർ പോസ്റ്റിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് താഴെ റാങ്ക് ലിസ്റ്റിൽ താഴെ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഓവർസിയർ ഗ്രേഡ് 3. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പ്രീ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇത്രത്തോളം അഡ്വൈസുകളൊക്കെ പോയൊരു പോസ്റ്റ് തന്നെയാണ്. മാത്രവുമല്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ നോർമലി ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3യുടെ എക്സാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ സിവിലിൽ നിന്നും മെക്കാനിക്കലിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറവായിരുന്നു. സിവിലായിരുന്നു അവിടെ എന്ത് ചെയ്തത്, സിവിലിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്നതിന് നമുക്കറിയാം ഇപ്പോൾ കേരള PSCയുടെ ഒരു ട്രെൻഡ് നമുക്കറിയാം, സിലബസ് ഒക്കെ കറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, മാർക്ക് വെയിറ്റേജ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്ക് സിവിൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഈക്വൽ വെയിറ്റേജ് തന്നെയായിരിക്കും എക്സാമിന് വരാൻ സാധ്യത. അപ്പോൾ മെക്കാനിക്കലിൽ നിന്നും 50%, സിവിലിൽ നിന്നും 50% ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന ഓവർസിയർ ഗ്രേഡ് 3ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാൻ ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ്. കാരണം എന്തായാലും ഈ ഒരു എക്സാം നടക്കാൻ നമുക്ക് മിനിമം ഒരു 7 to 8 months നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഒക്ടോബറിന് ശേഷം മാത്രമേ എന്തായാലും എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു സമയമുണ്ട്. പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഒന്ന് റിവൈസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള ടൈം ഈ ഒരു എക്സാമിന് നമ്മുടെ മുന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്കെയിൽ ഓഫ് പേ പറയുന്നത് നമുക്കറിയാം 27,200 മുതൽ 73,600 ആണ് നമ്മുടെ സ്കെയിൽ ഓഫ് പേ. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നല്ല രീതിയിൽ വേക്കൻസി റിപ്പോർട്ട് ആവാൻ പോകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതായത് ഈ ഒരു എക്സാം ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്ന എക്സാം ഏതൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ പറയുന്നുണ്ട്, പ്രീവിയസ് നോട്ടിഫിക്കേഷൻ പ്രകാരം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ആ ഒരു ക്വാളിഫിക്കേഷനിൽ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് BTech MTech ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ പഠിച്ച BTech MTech ഡിപ്ലോമ ഉദ്യോഗാർത്ഥികൾക്കും IT ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു എക്സാമിന് അറ്റ് പ്രസന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് കേരള PSCയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത് ജസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരിക്കുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ജസ്റ്റ് പഠിക്കുക. പക്ഷേ ഇതിൻ്റെ മേ ബി ഇപ്പോൾ ഇതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രൊസീഡിങ്സ് ഒക്കെ വെച്ചിട്ട് IT ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണോ അവസരം എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാണേണ്ടിയിരിക്കുന്നു. അത് കോടതി വിധി പ്രകാരം ഇനി നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ കേരള PSCയുടെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അവർ ഇക്വലൻസി ഒക്കെ ഓൾറെഡി പറയുന്നുണ്ട്. സിവിൽ
ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ അനുസരിച്ച് NDC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് പോളിടെക്നിക് ഡിപ്ലോമ BTech BE MTech എല്ലാമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിന് ഇക്വലൻ്റ് ആണ് എന്ന് തന്നെയാണ് PSC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വലൻസി വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെക്കാനിക്കൽ, അതേപോലെ തന്നെ മെക്കാനിക്കൽ NDC മെക്കാനിക്കൽ ഇക്വലൻ്റ് ആയിട്ട് പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ BTech മെക്കാനിക്കൽ അതേപോലെ BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു എക്സാമിന് NDC മെക്കാനിക്കൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല. ധൈര്യത്തോടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നുള്ള കോടതി വിധി പ്രകാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. അത് ചെയ്യാതെ ഇരിക്കരുത്. മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ, നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന നോട്ടിഫിക്കേഷൻ. ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാറ്റഗറി നമ്പർ 033/2024 കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3. കാരണം സിവിൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരം തന്നെയാണ്. ആദ്യമായി പഠിച്ചു തുടങ്ങാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് എക്സാം പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. കാരണം ഇതിന്റെ വേക്കൻസി തന്നെയാണ്. കൂടുതൽ അഡ്വൈസുകൾ, കൂടുതൽ അപ്പോയിൻമെന്റ് നടക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം, ജോലിയിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഏപ്രിൽ മന്ത് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് കേരള PSCയിൽ മറ്റൊരു കാറ്റഗറി നമ്പറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 036/2024 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള പോസ്റ്റ് ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ ഓവർസിയർ ഗ്രേഡ് 2ലേക്ക് ആണ് വിളിച്ചിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് 31,100 to 66,800 ആണ്. നമ്പർ ഓഫ് വേക്കൻസി, ഒരു വേക്കൻസിയാണ് അറ്റ് പ്രസന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസി വരും വർഷങ്ങളിൽ കൂടാം, അപ്പോൾ അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് രണ്ടാമതൊരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 036/2024 ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ക്വാളിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ, പോളിടെക്നിക് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിപ്ലോമ പറയുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം അതിന് ഹയർ ക്വാളിഫിക്കേഷൻ BTech MTech ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. ഒന്നുകിൽ ഡിപ്ലോമ ഉദ്യോഗാർത്ഥി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ കംപ്ലീറ്റ് ചെയ്ത ITI ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഗവൺമെന്റ് ഓഫ് കേരള സർട്ടിഫിക്കറ്റ് 2-year കോഴ്സ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, അതർവൈസ് ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ മെക്കാനിക്കൽ ട്രേഡിംഗ് 18-month കോഴ്സ്, 6 months with practical training at Industrial Training Institute. ഓക്കെ, അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഈ ഒരു ഓവർസിയർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ രണ്ട് എക്സാമുകൾ, അതായത് നമുക്ക് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓവർസിയർ ഗ്രേഡ് 2, അത് പ്യൂർലി മെക്കാനിക്കലുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. മറ്റേത് മെക്കാനിക്കലുകാർക്ക് സിവിലുകാർക്കും പറ്റും. അപ്പോൾ ഈ രണ്ട് എക്സാമുകൾക്ക് നമുക്ക് മെക്കാനിക്കൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ കോമൺ ആയിരിക്കും. കാരണം ഓവർസിയർ ഗ്രേഡ് 2 ആണെങ്കിലും നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ആണെങ്കിലും നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ബേസ്ഡ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ചോദിക്കാൻ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് എക്സാമുകൾക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ സ്ട്രീം കണ്ടന്റുകൾ ഒരു കോമൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിച്ച് തുടങ്ങുക. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഞാൻ എൻട്രിയുടെ കുറച്ച് കമ്മ്യൂണിറ്റി ചാനൽസും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ടെക്നിക്കൽ എക്സാം, അതേപോലെ എഞ്ചിനീയറിംഗ് അപ്സ്കില്ലിംഗ് ജോബ്, RRB JEE, ഗേറ്റ് PSU, ക്വാണ്ടിറ്റേറ്റീവ് സർവേയിങ്, MEP ഡ്രാഫ്റ്റിംഗ്, ഇതിനൊക്കെ പ്രത്യേകം കമ്മ്യൂണിറ്റി ചാനൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽസ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യുക. ഈ ഓരോ കോഴ്സിനെ ബേസ് ചെയ്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും കണ്ടന്റ്സും ഒക്കെ അതിൻ്റേതായ കമ്മ്യൂണിറ്റി ചാനൽസുകളിൽ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. സോ ഇനിയും ചാനൽസിൽ ജോയിൻ ചെയ്യാത്തവർ മാക്സിമം ചാനൽസിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എൻട്രിയുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ടേക്ക് കെയർ.